വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മൾ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു ചെടി നടേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് പഠിച്ചു. ആ ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുക. അപ്പോൾ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റുകളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചു നിർത്തിയത്? നമ്മൾ അവസാനം പഠിച്ചു നിർത്തിയത് ഹൈബ്രിഡൈസേഷനും ഹൈബ്രിഡ് ഇനങ്ങളായിട്ടുള്ള കുറേ വിത്തിനങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിച്ചു അല്ലേ. ഉജ്ജ്വല, ജ്വാലാമുഖി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉറപ്പായിട്ട് പഠിക്കണം. അവിടെ നിന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വന്നിരിക്കും. നിങ്ങൾ തന്നെ കുറച്ച് സ്വയം കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അത് പഠിച്ചു വയ്ക്കാൻ. ഉറപ്പാണ് അവിടെ നിന്നൊരു ചോദ്യം വരും. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യലി എന്ത് ചെയ്യാണ്, ആ ചെടികൾ, നമുക്ക് ആവശ്യമുള്ള ഗുണങ്ങളുള്ള ചെടികളെയൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളായിട്ട് പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട 4 സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെയാണ് നമ്മൾ പൊതുവെ എന്ത് വിളിക്കുന്നത്? അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ്. അതായത് ഇവിടെയാണ് ഈ പറയുന്ന പരീക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ശാസ്ത്രീയമായിട്ട് എങ്ങനെ കൃഷി ചെയ്യാം, എന്തൊക്കെ രീതികളാണ് നമുക്ക് കൃഷിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈൽഡ് കൂട്ടാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പോയൊക്കെ നമുക്ക് പഠിക്കാൻ സഹായിക്കുന്ന 4 സെൻറ്റേഴ്സ്. അപ്പോൾ അവരെ പറ്റി നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അതിലൊന്നാമത്തേത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ്. അതായത് നിങ്ങളിപ്പോൾ പഠിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് +2 ബയോളജി സയൻസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഒരു കൃഷി ഉദ്യോഗസ്ഥനായിട്ട് അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് BSc അഗ്രികൾച്ചർ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ BSc അഗ്രികൾച്ചറിൻ്റെയൊക്കെ പഠിപ്പിക്കുന്ന പറയുന്ന കോളേജുകൾ, ആ കോളേജുകളിലേക്ക് എന്താണ് കൺട്രോൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ്. അതെവിടെയാണ്? നമ്മുടെ തൃശ്ശൂരിലെ മണ്ണുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നമ്മൾ പറയുവാണെങ്കിൽ എന്തായിരിക്കും? പ്രധാനമായിട്ടും കൃഷി എന്ന് പറയുന്ന വിഷയത്തിൽ ബിരുദം, അതായത് കൃഷി എന്ന് പറയുന്ന കാര്യം ശാസ്ത്രീയമായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, ഒരുപാട് കൃഷിയുമായി കേന്ദ്രീകരിച്ച് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നൊരു സ്ഥാപനമാണ് നമ്മുടെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റിയും അത് ലൊക്കേറ്റ് ചെയ്തേക്കുന്ന സ്ഥലവും എങ്കിലും മിനിമം ഒന്ന് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് പറയുന്നത്? ഓക്കെ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റർ ഇൻ കേരള. അല്ലെ, കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്ററാണ്. അവിടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? റിസർച്ച് ഓൺ വെറൈറ്റി ഓഫ് ക്രോപ്സ്, അല്ലേ, പലതരം ക്രോപ്പുകൾ വികസിപ്പിച്ചെടുക്കുക. നിങ്ങൾ ടിഷ്യൂ കൾച്ചർ, അതുപോലെ തന്നെ എന്താണ് T*D എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മളെ പൊക്കം കുറഞ്ഞ് പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഈ പറയുന്ന അസുഖങ്ങളെ റെസിസ്റ്റ് ചെയ്യുന്ന മൃഗങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരെയൊക്കെ പറ്റിയിട്ട് റിസർച്ച് നടത്തുക, അതിനുവേണ്ടിയുള്ള പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക ഉള്ളതാണ് ഇവരുടെ എന്താണ് പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒന്നാണ് എന്താ? അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, തൃശ്ശൂരിലെ മണ്ണുത്തി. രണ്ടാമത് വരുന്നതാണ് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കിഴങ്ങ് ഗവേഷണ കേന്ദ്രം, തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ്. ഇവിടെയാണ്, തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് കിഴങ്ങ് ഗവേഷണ കേന്ദ്രം അഥവാ സെൻട്രൽ ട്യൂബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നു. ട്യൂബർ ക്രോപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ മരച്ചിനിയൊക്കെയാണ് ഈ ട്യൂബർ ക്രോപ്പ് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ആളല്ലേ മരിച്ചിനി. മരിച്ചിനി എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് അല്ലേ. മരിച്ചിനി എന്നും കപ്പയെന്നും ഒക്കെ പറയുന്ന ആ സാധനം. ഓക്കെ, അടുത്ത് വരുന്നതാണെന്ത്? നമ്മുടെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. റബ്ബർ എന്ന് പറയുമ്പോൾ തന്നെ കോട്ടയം, നമുക്കത് ഓർത്ത് വയ്ക്കാൻ പറ്റും അല്ലേ. റബ്ബറൈസ്ഡ് റോഡൊക്കെ വരുന്ന കോട്ടയം. അപ്പോൾ ആ കോട്ടയത്ത് തന്നെയാണ്. കോട്ടയം എന്ന് പറയുമ്പോൾ നമ്മൾ കോട്ടയത്തൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇടതുവശത്തും വലതുവശത്തും ഒക്കെ എന്താണ്, റബ്ബർ തോട്ടങ്ങൾ നിറച്ച് കാണും. അപ്പോൾ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം ഇവിടെ തന്നെയാണ്, കോട്ടയത്ത് തന്നെയാണ്. പിന്നെ വരുന്നതാണ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തോട്ടവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡാണ്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എവിടെയാണ്? അത് നമ്മുടെ കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡ് എന്തൊക്കെയാണ് വരുന്നത്? ഈ തോട്ടവിള എന്ന് പറയുമ്പോൾ നമ്മുടെ തെങ്ങ് അല്ലേ, തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങ, പാക്ക് എന്നറിയപ്പെടുന്ന അരക്കിനട്ട്, അതുപോലെ നമ്മുടെ കൊക്കോ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അതിനെ പറ്റിയിട്ട് റിസർച്ച് നടത്തുന്ന 4 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. 4 പേരുടെ സ്ഥലമെങ്കിലും മിനിമം നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. അപ്പോൾ ഒന്നുകൂടെ, നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരിലെ മണ്ണുത്തിയിലാണ്. അതുപോലെ ട്യൂബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം തിരുവനന്തപുരത്താണ്.
അടുത്ത നമ്മുടെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ, തോട്ടവിള പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അത് കാസർഗോഡുമാണ്. 4 സ്ഥലങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. തീർന്നു. ഇത്രയേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് പുതിയൊരു ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ രസമുള്ള ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ എങ്ങനെയാണ് ഒരു ചെടി നടുന്നതെന്ന് പഠിച്ചു. പക്ഷെ നട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ല അല്ലേ? നല്ല രീതിയിൽ നമുക്ക് ഈൽഡ് കിട്ടണമെങ്കിൽ നമ്മൾ ആ നട്ട ചെടിയെ നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഒരു ചെടിയെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് വളർന്നു വരാൻ വേണ്ട 2 പ്രധാനപ്പെട്ട ഫാക്ടറുകൾ ഏതൊക്കെയെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ഫെർട്ടൈലായ സോയിലും മറ്റൊന്ന് പെസ്റ്റുകളുടെ കൺട്രോളും അല്ലേ. ഫലഭൂയിഷ്ടമായ മണ്ണ് അല്ലെ, നമ്മൾ ഏതെങ്കിലും ലോക്കൽ മണ്ണിൽ കൊണ്ട് നട്ടാൽ എല്ലാ ചെടിയും വളർന്നു വരണമെന്നില്ല അല്ലേ. നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി, നമ്മളൊരു മാവ് വിചാരിച്ചു, മാവ് എപ്പോഴും മാങ്ങ കായ്ക്കും, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, പെട്ടെന്ന് കായ്ക്കും എല്ലായിടത്തും. പക്ഷെ കൊണ്ടു നടുന്ന മണ്ണിനകത്ത് അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് വളർന്നു വരുമോ? ഇല്ല. ഇനി അത് കഷ്ടപ്പെട്ട് വളർന്നു വരുമ്പോൾ കീടങ്ങൾ വന്ന് അതിനെ അറ്റാക്ക് ചെയ്യുകയാണ്. നമ്മൾ നെല്ല് നട്ടു, നെല്ലിൽ ഒരുപാട് വന്ന് കീടങ്ങൾ അഫക്റ്റ് ചെയ്യുകയാണ്. വല്ല ഗുണമുണ്ടോ? അപ്പോൾ ഒരു ചെടി നമ്മൾ നട്ടാൽ മാത്രം പോരാ, അത് വളർന്നു വരാൻ 2 ഘടകങ്ങളാണ്. ഒന്ന് നല്ല ഫലഭൂയിഷ്ടമായ ഫെർട്ടൈലായ മണ്ണും വേണം, പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുകയും വേണം. അപ്പോൾ എന്താണ് നമ്മളിവിടെ ഫെർട്ടൈൽ സോയിൽ, എങ്ങനെയൊക്കെയാണ് നമുക്ക് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളിവിടെ സിമ്പിൾ പോയിന്റുകളാക്കി വെച്ചിട്ടുണ്ട്. ഈ നോട്ടാണ് ഞാൻ പറഞ്ഞത്. ടെലഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫെർട്ടൈൽ സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നത്? അത് ഫെർട്ടിലൈസറുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. മണ്ണിന് സ്വന്തമായിട്ട് ഒരു ഫെർട്ടിലിറ്റി ഉണ്ട്, പക്ഷേ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പലതവണ കൃഷി ചെയ്യുമ്പോൾ മണ്ണിൻ്റെ ഈ പറയുന്ന ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും അത് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് വളം എന്നറിയപ്പെടുന്ന ഫെർട്ടിലൈസറുകൾ. അപ്പോൾ എന്താണ് ഫെർട്ടിലൈസർ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം സബ്സ്റ്റൻസസ് എയ്തർ നാച്ചുറൽ ഓർ മാൻ മെയ്ഡ്, സ്വന്തമായിട്ടല്ലേ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായിക്കോട്ടെ മനുഷ്യൻ നിർമ്മിച്ചതായിക്കോട്ടെ, ദാറ്റ് ആർ ആഡഡ് ടു ദ സോയിൽ, നമ്മൾ മണ്ണിലോട്ട് ആഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊവൈഡ് പ്ലാന്റ്സ് വിത്ത് എസെൻഷ്യൽ ന്യൂട്രിയൻസ് അല്ലെ, ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എസെൻഷ്യലായ ന്യൂട്രിയൻസ് കൊടുക്കുക എന്നാണ് ലക്ഷ്യം. എന്തൊക്കെ ന്യൂട്രിയൻസ്? നൈട്രോജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്. കാരണം ഇതൊക്കെ മണ്ണിൽ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് നൈട്രോജനൊക്കെ നമുക്ക് ഒന്നുകിൽ എന്താണ്, നമുക്ക് ഈ പറയുന്ന റൂട്ടിനകത്തുള്ള റൈസോബിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൊക്കെ വിചാരിച്ചാലൊക്കെ ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത്ര ഈസി അല്ല അല്ലേ. മണ്ണിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ചെടിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നൈട്രോജനും അതുപോലെ ഫോസ്ഫറസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് എന്ത് ചെയ്ത് കൊടുക്കുന്നത്? ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. ബാക്കി ഫോട്ടോസിന്തസിസ് വഴി ആവശ്യമുള്ള ഫുഡൊക്കെ കിട്ടും, പക്ഷേ പ്രോട്ടീനൊക്കെ ഉണ്ടാക്കാൻ നൈട്രോജൻ വേണം. ആ നൈട്രോജൻ ചെടിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അത് മണ്ണിൽ നിന്ന് കിട്ടണം. അപ്പോൾ ആ മണ്ണിലേക്ക് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിലൂടെയാണ്? ഫെർട്ടിലൈസറുകളിലൂടെയാണ്. നൈട്രോജൻ മാത്രമല്ല, ഫോസ്ഫറസും പൊട്ടാസ്യവും. അങ്ങനെ എന്ത് പറ്റും? ചെടി എന്ത് ചെയ്യും? ദേ ഗ്രോ സ്ട്രോങ് ആൻഡ് ഹെൽത്തി, അവർ സ്ട്രോങ് ആയിട്ട് വളർന്നു വരും. അപ്പോൾ അതിനാണ് ഫെർട്ടിലൈസർ. ഡെഫിനിഷൻ ഒന്നും കാണാതെ പഠിച്ച് വെക്കേണ്ട, അറിഞ്ഞു വെച്ചാൽ മതി. എന്നാലും ഒന്നുകൂടെ ഞാൻ പറയാം. സബ്സ്റ്റൻസസ് എയ്തർ നാച്ചുറൽ ഓർ മാൻ മെയ്ഡ് ദാറ്റ് ആർ ആഡഡ് ടു ദ സോയിൽ to provide plants with essential nutrients like nitrogen, phosphorus, potassium are called fertilizers. 2 തരത്തിലുണ്ട്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഏതൊക്കെയാണ്? ഓർഗാനിക്, പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണെന്ത്? ഓർഗാനിക്. പ്രകൃതിയിലെ ഒന്നുകിൽ മറ്റേതെങ്കിലും ചെടിയിൽ നിന്നോ അല്ലെങ്കിൽ അനിമൽസിൽ നിന്നോ കിട്ടുന്നതാണെന്ത്? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. നമ്മളെ കമ്പോസ്റ്റ് അല്ലേ, നമ്മൾ ഈ പറയുന്ന ചവറൊക്കെ കൂട്ടി ഇടുമ്പോൾ കമ്പോസ്റ്റ് ആവും. ബോൺ മെറ്റൽ, എല്ല് പൊടി, അതുപോലെ നമ്മളെ ചിക്കൻ മാനുവർ എന്ന് പറയും, നമ്മൾ ഈ കോഴി വേസ്റ്റ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ചാണകം, കൗട, ഇതൊക്കെ എന്തിനകത്ത് വരും? ഓർഗാനിക് ഫെർട്ടിലൈസറിനകത്ത് വരും. അപ്പോൾ കമ്പോസ്റ്റ്, ബോൺ മെറ്റൽ, ചിക്കൻ മാനുവർ, അതുപോലെ തന്നെ നമ്മളെ കൗടങ്, അല്ലെങ്കിൽ ചാണകമൊക്കെ എന്തിനകത്ത് വരും? ഓർഗാനിക് ഫെർട്ടിലൈസറിനകത്ത് വരും. കാരണം ഇതൊന്നും നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതല്ല, പ്രകൃതിയിൽ നിന്ന് സ്വന്തമായിട്ട് കിട്ടുന്നതാണ്. അത് നമ്മൾ ഉപയോഗിച്ചാൽ അത് ഓർഗാനിക്. പിന്നെ വരുന്ന ഏതായിരിക്കും? കെമിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ചാക്കുകളിലൊക്കെ വാങ്ങുന്നത്, നിങ്ങൾ ചെടിക്കൊക്കെ ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. കെമിക്കൽസിൽ നിന്നുണ്ടാക്കിയെടുക്കുന്നു, നമ്മളുണ്ടാക്കിയെടുക്കുന്നു. യൂറിയ, NPK, ഈ NPK ഒക്കെ നമ്മൾ ചാക്കിലൊക്കെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ. അമോണിയം സൾഫേറ്റ് പോലെയുള്ളവയാണ് എന്താ? കെമിക്കൽ ഫെർട്ടിലൈസറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫെർട്ടൈൽ സോയിൽ കൊണ്ടുവരാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫെർട്ടിലൈസറുകളാണ്. കണ്ടോ, കൗഡങ് എന്താ പറയുന്നുണ്ട്, യൂറിയ ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ്. കണ്ടോ, ഈ തരികളായിട്ട് ഇരിക്കും, നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ വരുന്ന കമ്പോസ്റ്റ്, NPK, ബോൺ മെറ്റീരിയൽ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് എന്താ നമ്മൾ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അപ്പം ദേ നോക്കുമ്പോൾ ഒരാളിവിടെ കാണുന്നുണ്ടല്ലോ. ആരാണിത്? ഇത് MS സ്വാമിനാഥനാണ്. ആരാണ്? MS സ്വാമിനാഥനാണ്. 2023 അദ്ദേഹം മരിക്കുന്നത്. അന്ന് നമ്മൾ വാർത്തയിലൊക്കെ നിങ്ങൾ 2023 എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 6ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കും വാർത്തയെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ.
ഗ്രീൻ റെവല്യൂഷൻ്റെ പിതാവ്. ഇതിപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട, പക്ഷേ പിള്ളേർ ഇത് അറിഞ്ഞിരിക്കണം. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് ആര്, ഈ പറയുന്ന എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്നത്. നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറുകളെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹത്തെ പറ്റി കൂടെ പറയണം. കാരണം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ സമയത്ത് നമ്മുടെ ആൾക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആഹാരമില്ലായ്മയാണ്. ഓക്കെ, ആഹാരം കിട്ടാനില്ല ആൾക്കാർക്ക്. അപ്പോൾ ആഹാരം കൂട്ടാനുള്ള ഏറ്റവും നല്ല വഴി കൃഷി കൂട്ടുക എന്നുള്ളതാണ്. ഈ നാച്ചുറൽ മെത്തേഡിലൂടെ കൃഷി കൂട്ടുക എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് പോസിബിളായ ഒരു കാര്യമല്ല. അപ്പോൾ ഈ പറയുന്ന കൃഷിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നൊരു പദ്ധതിയുടെ പേരാണ് എന്താ, ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം എന്ന് പറയും. ഈ ഹരിത വിപ്ലവം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? അത് നമ്മുടെ ഈ പറയുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. ഇത് ആദ്യം കൊണ്ടുവരുന്നത് നോർമൻ ബോർലോ എന്ന് പറയുന്ന ഒരാളാണ്. അതവിടെ ഇരുന്നോട്ട്, നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, നമുക്ക് ഇന്ത്യക്കാരൻ മതി. അപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ ഹരിത വിപ്ലവം കൊണ്ടുവന്നു. അതായത് കൃഷിക്കാർക്ക് ഈ പറയുന്ന ആഹാരം അല്ലെങ്കിൽ കൃഷിയുടെ ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഈൽഡ് വെറൈറ്റി സീഡ് എന്ന് പറയും. നമ്മളതിനെ HYV എന്ന് വിളിക്കും. ഈ ഹൈ ഈൽഡ്, ഇത് വൈ ആണ്, ഹൈ ഈൽഡ് വെറൈറ്റി സീഡുകളും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസറുകളൊക്കെ ഉപയോഗിച്ച് കൃഷി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ മാർക്സസെ അവാർഡ്, അതുപോലെ എന്താണ് വേൾഡ് ഫുഡ് പ്രൈസ് പോലെയുള്ള, അതുപോലെ പത്മഭൂഷൺ പോലെയുള്ള അവാർഡുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ട് ഉണ്ട്. ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ രണ്ടെണ്ണം പഠിച്ചല്ലേ, കെമിക്കലും ഫെർട്ടിലൈസറും. അപ്പോൾ ഇവിടുന്ന് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവിടെ ടെക്സ്റ്റ് ബുക്കിലും ചോദിക്കുന്നത് തന്നിട്ടുള്ളതാണ്. കണ്ടോ, ഓർഗാനിക്കും കെമിക്കലും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്, പ്രത്യേകിച്ച് പുതിയ പോയിന്റ് ഒന്നുമില്ല. ഒന്ന്, പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിൽ നിന്ന് കിട്ടുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസർ, കെമിക്കലായിട്ട് ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കെമിക്കൽ ഫെർട്ടിലൈസർ. രണ്ടിനും അതിൻ്റെതായ ഗുണമുണ്ട് ദോഷമുണ്ട്. ശ്രദ്ധിച്ചു. ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി. കാരണം ഇത് നല്ല അളവിൽ കിട്ടിയാൽ മാത്രമേ ചെടിക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. കാരണം ഇതിനകത്തുള്ള ന്യൂട്രിയൻ കണ്ടൻറ്റ് കുറച്ച് കുറവായതുകൊണ്ട് നല്ല അളവിൽ കിട്ടിയാലേ അതുകൊണ്ട് ഗുണമുള്ളൂ. പക്ഷേ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ ആപ്റ്റ് ആണല്ലേ, കെമിക്കലി നമ്മൾ നല്ല പക്കയായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ്. അപ്പോൾ എന്താണ്, ലെസ്സർ ക്വാണ്ടിറ്റിയിൽ മതി. നിങ്ങൾ ഈ ജിമ്മിൽ പോകുന്ന ചേട്ടന്മാരൊക്കെ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്ന കേട്ടിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ചിക്കൻ കഴിച്ചാലും പ്രോട്ടീൻ കിട്ടും, എന്നാൽ ഇവരെന്തിനാണ് പ്രോട്ടീൻ പൗഡർ കഴിക്കണേ? അവർ കോമ്പറ്റീഷനൊക്കെ പോകുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് പ്രോട്ടീൻ പെട്ടെന്ന് കിട്ടണം, അതും നല്ല ക്വാണ്ടിറ്റി കിട്ടണം. അപ്പോൾ എന്ത് ചെയ്തു, അവർ കെമിക്കലി ഉണ്ടാക്കിയ പ്രോട്ടീൻ പൗഡർ കഴിച്ചു. നമ്മൾ സാധാരണ മനുഷ്യന്മാർക്ക് അങ്ങനെ മത്സരത്തിനൊന്നും പോകണ്ടല്ലോ, നമുക്ക് ജീവിക്കാൻ മതി. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പാവം ചിക്കനിൽ നിന്നോ അതുപോലത്തെ മുട്ടയിൽ നിന്നോ പയറുവർഗ്ഗത്തിൽ നിന്നോ പ്രോട്ടീൻ എടുക്കും. അതുപോലെ തന്നെ ചെടികൾക്ക് നമുക്ക് ഇൻഡസ്ട്രിയലായി കൊമേഴ്ഷ്യലായിട്ടൊക്കെ വളർത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈൽഡ് കിട്ടാൻ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കും. എന്താ, നിങ്ങളുടെ അടുക്കള തോട്ടത്തിനകത്തൊക്കെ നിങ്ങൾ കെമിക്കൽ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഓർഗാനിക് തന്നെ മതിയാവും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഓർഗാനിക്കിൻ്റെ ഗുണം എന്താണ്? നോട്ട് ഹാംഫുൾ ടു സോയിൽ, മണ്ണിന് വലിയ ദോഷമൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസർ എക്സസ് ആയിട്ട് യൂസ് ചെയ്താൽ അത് മണ്ണിൻ്റെ ഘടനയെ ഇല്ലാതാക്കും. മണ്ണിനെ ഗുണമൊക്കെ ഉണ്ടാവുമെങ്കിലും ലോങ് ടേമിൽ നല്ലത് ഓർഗാനിക്കാണ്, ഷോർട്ട് ടേമിൽ കെമിക്കലും. പക്ഷേ കെമിക്കൽ നല്ലതാണ്, അളവിൽ ഉപയോഗിക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. അധികമായാൽ അമൃതും വിഷം, അത് തന്നെയാണ് ഇവിടുത്തെ കാര്യം. ഇനി നോക്കിയോ, ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനൊരു ദോഷമാണ് ഓർഗാനിക്കിൻ്റെ. കെനോട്ട് ബി സപ്ലൈഡ് അറ്റ് എ സിംഗിൾ കമ്പോണൻറ്റ്. നൈട്രജൻ മാത്രമാണ് ചെടിക്ക് ആവശ്യം. നമുക്ക് ഓർഗാനിക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഓർഗാനിക് കൊടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് നൈട്രജൻ കാണും, കുറച്ച് ഫോസ്ഫറസ് കാണും, കുറച്ച് വേറെ എന്തെങ്കിലും കാണും, കുറച്ച് ആവശ്യമില്ലാതൊക്കെ കാണും. മാത്രമല്ല കുറേ പെസ്റ്റുകളെയൊക്കെ കൊണ്ടുവരാനും ആര് കാരണമാണ്? ഓർഗാനിക് കാരണമാണ് അല്ലേ. ഈ ഓർഗാനിക് മാറ്റർ തന്നെ ഉറുമ്പും ഇൻസെക്റ്റുകളും ഒക്കെ വരും, അത് ചെടിയെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓർഗാനിക്കിൻ്റെ കുഴപ്പമാണ്. പക്ഷേ കെമിക്കലിൻ്റെ ഗുണം എന്താണ്? നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് എത്ര ഗ്രാം മില്ലിഗ്രാം വേണമെന്നുള്ളത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തി എന്ത് ചെയ്യാം, കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഓർഗാനിക് കെമിക്കലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ച്, ഓർഗാനിക് മാറ്റർ ചെയ്യുന്ന കെമിക്കൽ ഇൻഡസ്ട്രിയിൽ. ഓർഗാനിക് ആണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിന് കുഴപ്പമില്ല, പക്ഷേ കെമിക്കലാണെങ്കിൽ മണ്ണിന് ലോങ് ടേം ഉപയോഗിക്കുമ്പോൾ കുഴപ്പമുണ്ടാവും. അടുത്ത ഓർഗാനിക് ആണെങ്കിൽ എന്തായിരിക്കും, ഹൈ ക്വാണ്ടിറ്റി വേണം, കെമിക്കൽ കുറച്ച് ക്വാണ്ടിറ്റി മതി. ഓർഗാനിക് ആണെങ്കിൽ ഒരു സ്പെസിഫിക് കമ്പോണൻറ്റ് കൊടുക്കൂല, കെമിക്കലാണെങ്കിൽ എന്ത് ചെയ്യും, കൃത്യ അളവിൽ സാധനം കൊടുക്കും. അപ്പോൾ ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പറയാൻ പറ്റത്തില്ല. രണ്ടും വേണം മോഡറേറ്റിൽ, അല്ലേ, നമ്മൾ അധികമാകാതെ രണ്ടും ഉപയോഗിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഓർഗാനിക് കെമിക്കലും ഫെർട്ടിലൈസറിനകത്ത് വരുന്നത്. അടുത്ത് വരുന്നതാണ് പെസ്റ്റ് കൺട്രോൾ, അല്ലേ. ഇപ്പോൾ നമ്മൾ മണ്ണ് നേരെയാക്കി നമ്മൾ നല്ല വിത്ത് കണ്ടെത്തി നല്ല നട്ടു മണ്ണിൻ്റെ കാര്യം സെറ്റാക്കി, പിന്നെ വരുന്ന വില്ലനാണ് ആര്, പെസ്റ്റ് അല്ലേ. എന്താ ഈ പെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസെക്റ്റ് ആകാം, അനിമൽ ആകാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, പ്ലാന്റ് തന്നെ ആയിരിക്കും, എന്തെങ്കിലും ഓർഗാനിസം. അത് എന്ത് ചെയ്യും, ദാറ്റ് വിൽ ഡാമേജ് ദ ക്രോപ്പ്, ചെടിയെ നശിപ്പിക്കുന്നത്, അല്ലേ, ലൈഫ് സ്റ്റോക്കിന് ചെടിയൊക്കെ നശിപ്പിക്കുന്ന ആൾക്കാരാണ് പെസ്റ്റ് എന്ന് പറയുന്നത്.
കീടങ്ങൾ ഒട്ടും നല്ലൊരു കാര്യമല്ല. അപ്പോൾ എങ്ങനെ കീടങ്ങൾ ഒഴിവാക്കാമെന്ന് ചോദിച്ചാൽ 3 മെത്തേഡാണ്. ഒന്ന് ബയോളജിക്കലായി കൺട്രോൾ ചെയ്യാൻ പറ്റും, മെക്കാനിക്കലായി കൺട്രോൾ ചെയ്യാൻ പറ്റും, പെസ്റ്റിസൈഡ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് പെസ്റ്റ് കൺട്രോളിനകത്തുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബയോളജിക്കൽ, ഒന്ന് മെക്കാനിക്കൽ, മറ്റൊന്ന് പെസ്റ്റിസൈഡുകൾ ഉപയോഗിച്ച്. അതിൽ ആദ്യത്തെ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ബയോളജിക്കൽ. നിങ്ങളിതാ ഇവിടെ കാണുന്ന കുറച്ച് ആൾക്കാർ ഇതാ കണ്ടോ, ലേഡി ബഗിനെ കണ്ടോ. ലേഡി ബഗ് നിങ്ങളുടെ ഈ പറയുന്ന ഗാർഡനിലൊക്കെ കാണാൻ നല്ല ചുവന്ന നിറത്തിൽ ചെറിയ പൊട്ടുപോലെ നല്ല രസമാണ് കാണാൻ, കുഞ്ഞാണ്. അതുപോലെ തന്നെ വരുന്ന മറ്റു കുറച്ച് ആൾക്കാരുണ്ട്. നോക്കിയേ, മബൂയ, ഇതാണ് മബൂയ, ഇവരാണ് മബൂയ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ പറയുന്ന കലോട്ടിസ് കണ്ടോ, കലോട്ടിസ് ഈ കാണുന്നവൻ. അതുപോലെ തന്നെ വരുന്നതാണ് നോക്കിയേ ട്രൈക്കോഗ്രാമ, ഒരു ഇൻസെക്റ്റാണ്, ഇവരാണ് ആൾ. ഈ പോലെ ഇവന്മാരൊക്കെ നമ്മുടെ സഹായികളാണ്. കാരണം ഇവർ നമ്മുടെ ചെടികളിൽ വരുന്ന, ചെടികളെ അഫക്റ്റ് ചെയ്യുന്ന പെസ്റ്റുകളെ ഇവന്മാർ തപ്പിപ്പിടിച്ച് എന്ത് ചെയ്യും, ആഹാരമാക്കും. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ എന്താണ്, പശുവിൻ്റെ കടിയും മാറി കാക്കയുടെ വിശപ്പും മാറി എന്ന് പറയും പോലെ ഇതൊരു ഒരു ഒരു മ്യൂച്വലിസമാണ്, അല്ലെ, രണ്ടുപേർക്കും ഗുണമാണ്. ഈ ഇൻസെക്റ്റ് വരുന്നതുകൊണ്ട് ആർക്ക് ഗുണം, നമുക്ക് ഗുണമാണ്. കാരണം എന്താണ്, ഇത് എന്ത് ചെയ്യും, നമ്മൾ ചെടികളെ അഫക്റ്റ് ചെയ്യുന്ന ഇൻസെക്റ്റുകളൊക്കെ കഴിച്ചിട്ട് അവൻ്റെ പാട് നോക്കിപ്പോവും, അവൻ്റെ വയറെന്ന് പറയും, നമ്മുടെ ചെടികൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തായിരിക്കും, ദ മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ യൂസിങ് ലിവിങ് ഓർഗാനിസം. ബയോളജിക്കൽ, ബയോ എന്ന് വെച്ചാൽ തന്നെ ജീവൻ എന്നല്ലേ. അപ്പോൾ ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ യൂസിങ് ലിവിങ് ഓർഗാനിസം ടു കൺട്രോൾ പെസ്റ്റ് പോപ്പുലേഷൻ റാദർ ദാൻ കെമിക്കൽസ്. ആരൊക്കെയാണ്, നമ്മുടെ ലേഡി ബഗ്, ട്രൈക്കോഗ്രാമ, അത് ഇൻസെക്റ്റുകളാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ മബൂയ, അതുപോലെ തന്നെ വരുന്ന കലോട്ടിസ്, മറ്റ് ബഗ്സ് ഒക്കെ എന്ത് ചെയ്യും, ഇതുപോലെ വരുന്ന ചെടികളെയൊക്കെ നശിപ്പിക്കും. ചെടികളെ നശിപ്പിക്കില്ല, ചെടികൾ വരുന്ന ഇൻസെക്റ്റുകളെ നശിപ്പിക്കും. ഗുണം എന്താണ്, പെസ്റ്റിസൈഡുകൾ ഉണ്ടാക്കുന്ന യാതൊരു ഹാംഫുൾ എഫക്റ്റും ഇതുണ്ടാക്കില്ല, ഇത് പ്രകൃതിയിലല്ലേ, സൂപ്പർ അല്ലേ. അപ്പോൾ നോക്കി, വെൻ പെസ്റ്റിസൈഡ്സ് ആർ അപ്ലൈഡ് എന്ത് പറ്റും, ഇവിടുത്തെ സംഭവം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നോക്കിയേ, നമ്മൾ പെസ്റ്റിസൈഡൊക്കെ ഉപയോഗിക്കുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഗുണമുള്ള ചെടികളും ഗുണമുള്ള ഇൻസെക്റ്റുകളും ഒക്കെ എന്ത് ചെയ്യും, ഇല്ലാതാവും. അതൊരു ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ. കാരണം പെസ്റ്റിസൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണെങ്കിലും ഇതുപോലെ ബയോളജിക്കൽ കൺട്രോൾ ചെയ്യും നമ്മൾ. അതായത് നമ്മളിപ്പോൾ ഇവിടെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളെ പെസ്റ്റിസൈഡ് ഉപയോഗിച്ച് അറ്റാക്ക് ആണല്ലോ ചെയ്ത്, അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ടീമിലുള്ള ആൾക്കാരും എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. അതൊരു പ്രശ്നമാണ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ബയോളജിക്കൽ ഓർഗാനിസം ഉപയോഗിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ എക്കോ സിസ്റ്റത്തിന് അത് ഹെൽപ്പ് ചെയ്യും, ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകും. നമ്മൾ അത്രയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മളിവിടെ എന്താ അറിയേണ്ടത്, എന്താണ് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ, എന്തായിരിക്കും, ലിവിങ് ഓർഗാനിസങ്ങളെ ഉപയോഗിച്ച് പെസ്റ്റ് കൺട്രോൾ ചെയ്താൽ അത് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ. കുറച്ച് എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കണം. ലേഡി ബഗ്, ട്രൈക്കോഗ്രാം ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്, കാരണം നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. അതുപോലെ നമ്മൾ ഫ്രോഗ്, തവളകൾ, മബൂയാസ്, അതുപോലെ കലോട്ടിസ്, ലേഡി ബഗ്, ഇവനാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അരണ എന്ന് പറയുന്നത് പോലെ ഇരിക്കുന്നുണ്ട് കാണാൻ, പക്ഷേ അരണയല്ല, അതുപോലെയുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മൾ ഇതറിയാമല്ലോ, കലോട്ടിസ്. അപ്പോൾ ഇതൊക്കെയാണ് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് മെക്കാനിക്കലാണ്. ഇത് നിങ്ങൾക്കറിയാം എന്താണ്, നമ്മൾ മെക്കാനിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ റിമൂവ് ചെയ്യും. അതായത് ഇൻസെക്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ട മണം, അല്ല, നിങ്ങൾ തന്നെ വീട്ടിൽ ആലോചിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ കുറച്ച് ചെറിയ പഴം ഉണ്ടല്ലോ, ബനാന, ഇത് വെച്ചേക്കാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതൊന്ന് പഴുത്തു, കുറച്ച് കഴിയുമ്പോൾ ഒരു നല്ല മണം വന്നു. കുറച്ച് കഴിയുമ്പോൾ ഈച്ച, കുറ്റീച്ച പോലുള്ള സാധനങ്ങളൊക്കെ അതിലൂടെ പറന്നെടുക്കും, നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഇൻസെക്റ്റൊക്കെ ഈ മണം ഭയങ്കര ഇഷ്ടമാണ്. നമ്മളതിന് ഫെറമോണുകളെന്ന് പറയും, ഈ ഇൻസെക്റ്റൊക്കെ ഇഷ്ടപ്പെട്ട മണം. അങ്ങനെ ഈ ഫെറമോണുകൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ട്രാപ്പ് ആക്കി വയ്ക്കും. അതായത് ഇതിനകത്തോട്ട് ഇൻസെക്റ്റുകൾ വരുന്നു എന്ത് ചെയ്യും, അത് കുടുങ്ങിപ്പോവും, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതെ പെട്ടുപോകും. അതായത് മെത്തേഡ് ഓഫ് കൺട്രോളിങ് പെസ്റ്റ് ബൈ റിമൂവിങ് ദ മാനുവലി, നമ്മൾ തന്നെ റിമൂവ് ചെയ്യാണ്, ഓർ യൂസിങ് ട്രാപ്പ്. അല്ലെ, നമ്മൾ തന്നെ ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച്, നിങ്ങൾ ഒരു പടവലത്തോട്ടം നിങ്ങൾ സ്വന്തമായിട്ടുണ്ട്, നിങ്ങൾ രാവിലെ എണീക്കുന്ന പടവലത്തോട്ടത്തിൽ നോക്കുമ്പോൾ ദേ ഒരു ചെറിയ ഇൻസെക്റ്റ് വന്ന് നിങ്ങൾ ഈ പറയുന്ന പടവലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അപ്പം തന്നെ അവനെ പിടിച്ചങ്ങോട്ട് കൊന്നു കളയുന്നു. നിങ്ങൾ മെക്കാനിക്കലി അതിനെ റിമൂവ് ചെയ്തു. പക്ഷേ ഇതെപ്പോഴും പറ്റുമോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ട്രാപ്പുകൾ ഉപയോഗിക്കും. ഇത് കാണുന്ന പോലെയുള്ള ഫെറമോൺ ട്രാപ്പുകൾ ഉപയോഗിക്കും. ഈ ഫെറമോണിൻ്റെ മണത്തിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഇൻസെക്റ്റുകൾ ഓടി ഫെറമോൺ ട്രാപ്പിനകത്തോട്ട് ചെന്ന് കയറുന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ, അപ്പം തന്നെ തീർന്നു പോകുന്നു അല്ലേ. അതാണ് സംഭവം മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പെസ്റ്റിസൈഡാണ്. എന്താ പെസ്റ്റിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെസ്റ്റിസൈഡ് കൊല്ലും, ചിലപ്പോൾ വരാതെ റിപ്പൽ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. ഓക്കെ, ആരെ, നമുക്ക് നോയ്സൻസ് ഉണ്ടാക്കുന്ന ആൾക്കാർ, കൃഷിക്കും ഡൊമസ്റ്റിക് ലൈഫിനും നമുക്ക് നോയ്സൻസ് ഉണ്ടാക്കുന്ന കൃമികീടങ്ങളെ കൊല്ലുകയോ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ വരാതെ തടയുകയോ ചെയ്യുന്ന ആൾക്കാരാണ് പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത്. 2 തരമാണുള്ളത്, കെമിക്കൽ പെസ്റ്റിസൈഡും ഉണ്ട്, ഓർഗാനിക് പെസ്റ്റിസൈഡും ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അല്ലേ. കെമിക്കൽസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമുക്ക് കമ്പനികളുണ്ടാക്കുന്നത്, ഫാക്ടറികളുണ്ടാക്കുന്നത്. നമ്മുടെ ഭാഗ്യം വെച്ചാൽ നമുക്ക് ഓർഗാനിക് മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പോൾ എന്താ ഓർഗാനിക് പെസ്റ്റിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടികളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ ബാക്ടീരിയകളിൽ നിന്നോ മിനറൽസിൽ നിന്നോ നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്ത്, ഓർഗാനിക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെടികളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ ബാക്ടീരിയയിൽ നിന്നോ മിനറൽസ് എന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനങ്ങൾ,
ബോക്സൈറ്റ്, ഗോൾഡ്, സിൽവർ, അങ്ങനെ എല്ലാം ഒരുപാട് സാധനങ്ങൾ എന്താണ് മിനറൽസാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്ത് നമ്മുടെ ഓർഗാനിക് പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിളാണ് ടുബാക്കോ ഡിക്കോഷൻ, അതായത് പുകയില കഷായം. ഏതാ ഞാൻ പറഞ്ഞില്ല, പടവല തോട്ടത്തിനകത്തൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പുകയില കഷായം എന്ന് പറയുന്നത്. അതുപോലെ നീം ഓയിൽ ഇമേർഷൻ, അതുപോലെ ഗാർലിക് കാന്താരി ചില്ലി മിക്സ്ചർ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ് പുകയില കഷായം ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുകയില എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിനകത്ത് എന്ത് ചെയ്തു, സോപ്പൊക്കെ ആഡ് ചെയ്തിട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഈ സോപ്പ് എന്ന് പറയുന്ന സാധനം ഈ ടുബാക്കോയുടെ മണം കൊണ്ട് ഈ പറയുന്ന ഈ ഇൻസെക്റ്റുകൾ എന്ത് ചെയ്യും, അകത്തോട്ട് വരും. ഈ സോപ്പ് ലായനി എന്ന് പറയുന്നത് വരുമ്പോഴത്തേക്ക് ഇൻസെക്റ്റുകളുടെ ഈ ദ്വാരങ്ങളുണ്ടല്ലോ, അതിന് ശ്വസിക്കാനൊക്കെ സഹായിക്കുന്നത്, അതിനകത്തോട്ടൊക്കെ സോപ്പ് വെള്ളം കയറിയത് അപ്പോൾ ചത്തുവും. നമ്മൾ വീട്ടിൽ കടന്തൽ പോലെ സാധനങ്ങളൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് സോപ്പ് മിക്സ്ചർ ഉപയോഗിച്ച് അതിൽ അടിച്ചു കൊടുത്താൽ മതി. എൻ്റെ ദേഹത്ത് ഇത് വീണ് കഴിഞ്ഞാൽ ഈ സോപ്പ് മിക്സ്ചർ വീണാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ചത്തു പോകുന്നത്. അപ്പോൾ ഇതാണ് സംഭവം എന്തെന്ന് പറയുന്നത്, നമ്മുടെ മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ചാപ്റ്റർ ഏതാണ്ട് എന്ത് ചെയ്തു, തീർത്തു. ലാസ്റ്റ് ഭാഗത്തോട്ട് നമ്മൾ പോവുകയാണ്. കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് മാത്രമല്ലടാ, ചെടി നടുന്നത് മാത്രമല്ല, കൃഷിക്കകത്ത് മറ്റു കാര്യങ്ങൾ വരും. സത്യം പറഞ്ഞാൽ കൃഷി എന്ന് വെച്ചാൽ ചെടികളോ ജീവജാലങ്ങളെയോ നമ്മൾ എന്ത് ചെയ്യുന്നു, വളർത്തുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ചെടി മാത്രമല്ല നമുക്ക് കൃഷിക്കകത്തുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പോൾട്രി ഫാമിംഗ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പോൾട്രി ഫാമിംഗ് എന്ന് വെച്ചാൽ എന്താ, കോഴി അല്ലേ, കോഴികൾ നമ്മൾ വളർത്തുന്നതാണ്. എന്താ കണ്ടോ, കോഴി കണ്ടോ, നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവിടെ കുറേ വെള്ള കോഴികൾ വളർത്തത്തില്ലേ, അതുപോലത്തെ കോഴികൾ വളർത്തുന്നതാണ് പോൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത്. ഇത് ചോദിക്കുവേ, പോൾട്രി ഫാമിംഗ് എന്തിനെ വളർത്തുന്നതാണ് പോൾട്രി ഫാമിംഗ്? കോഴി. പോൾട്രി എന്ന് പറയുമ്പോൾ കോഴി, താറാവ് പോലത്തെ സാധനങ്ങളാണ് നമ്മൾ പോൾട്രി എന്ന് പറയുന്നത്, പോൾട്രി ഫാമിംഗ്. ഇനി മഷ്റൂം കൾട്ടിവേഷൻ നമ്മൾ മഷ്റൂം കൾച്ചർ എന്ന് പറയും. മഷ്റൂം എന്ന് വെച്ചാൽ നമ്മുടെ അല്ലേ, കൂണ് വളർത്തിയാൽ നമ്മളതിന് മഷ്റൂം കൾച്ചർ എന്ന് പറയും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് എന്ത്, റാബിറ്റുകളെ വളർത്തുന്നതിന് എന്ത് പേര് വിളിക്കും? കൂണി കൾച്ചർ. എന്താണ്? കൂണി കൾച്ചർ. അത് ഓർത്ത് വെച്ചോളണം. കൂണി കൾച്ചർ എന്താണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സെറ്റ് ചെയ്ത് വെച്ച് പഠിച്ചോ. കൂണി കൾച്ചർ മുയലുകളെ വളർത്തൽ. ഹണി ബി അപ്പി കൾച്ചർ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയോ, ക്യാരറ്റ് തിന്നുന്ന റാബിറ്റ് അതെന്താണ്, കൂണി കൾച്ചർ. എന്നാൽ തേൻ കഴിക്കുന്ന ഹണി ബി ആണെങ്കിൽ അത് അപ്പി കൾച്ചർ. അല്ലെ, തേനീച്ച എപ്പോഴും നമ്മൾ അപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ നാട്ടിൽ അപ്പിന്ന് എന്ത് പറയുന്നതാണ്, ഞങ്ങളുടെ നാട്ടിൽ അപ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് കൂടുക എന്നൊരു മീനിങ് ഉണ്ട്. ദേഹത്ത് ഇങ്ങനെ വന്ന് അങ്ങനെ ഇരിക്കുക അല്ലേ, ഈ തേനീച്ച നമ്മുടെ ദേഹത്തും തട്ടിക്കിങ്ങനെ ഇങ്ങനെ ഒട്ടിയിരിക്കുക, അതുകൊണ്ടാണ് അപ്പി കൾച്ചർ. എൻ്റെ കോഡാണ് അല്ലേ, ഇഷ്ടപ്പെട്ട. ഇനി ഫ്ലവറുകളെ വളർത്തിയാൽ അത് ഓർത്ത് വയ്ക്കാം, ഫ്ലോറി കൾച്ചർ. അല്ലേ, ഇപ്പോൾ ആദ്യം ആലോചിച്ച് പോൾട്രി ഫാമിംഗ് ഓർത്ത് വയ്ക്കാൻ പറ്റും, മഷ്റൂം കൾച്ചർ ഓർത്ത് വയ്ക്കാൻ പറ്റും. വെറൈറ്റി വരുന്ന കൂണി കൾച്ചർ റാബിറ്റ്, അപ്പി കൾച്ചർ ഹണി ബി, ഫ്ലോറികൾച്ചർ ഫ്ലവർ, സിൽക്ക് വേം അടുത്തവൻ വരുന്നു, സെറികൾച്ചർ. സിൽക്ക് വേം, സെറികൾച്ചർ. സാരി ഉണ്ടാക്കുന്നു എന്ന് ഓർത്ത് വെച്ചാൽ മതി, സെറികൾച്ചർ ഓർത്ത് വയ്ക്കാൻ പറ്റും അല്ലേ. സിൽക്ക് വെച്ച് സാരി ഉണ്ടാക്കും, എന്താണ്, സെറികൾച്ചർ. ഇനി ഫിഷിൻ്റെ എഫ് മാറി പി ആവും, ഫിസികൾച്ചർ. ഫിഷ് എഫ് ആണെങ്കിൽ എഫ് മാറി പി ആവുമ്പോൾ ഫിസികൾച്ചർ. ഇനി കാറ്റിൽസ് നമ്മൾ വളർത്തുന്ന പറഞ്ഞാൽ ലൈഫ് സ്റ്റോക്ക് റെയറിംഗ് എന്ന് പറയാം. അപ്പോൾ ലൈഫ് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരുന്നത്, കാറ്റിൽസ് വരും. ഇത്രയേ ഉള്ളൂ സംഭവം, തീർന്നു. നമ്മൾ ചാപ്റ്റർ തീർന്നു. മനോഹരമായി നമ്മൾ ചാപ്റ്റർ എന്ത് ചെയ്യാൻ അവസാനിച്ചിരിക്കുക. ഇതിനകത്തുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ്, അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ചാപ്റ്റർ തീർന്നു. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ വളരെ മനോഹരമായി തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.